ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പേപ്പർ കൊണ്ടൊരു വിഷുക്കണി ഒരുക്കിയാലോ? ഐശ്വര്യമായിട്ട് നിലവിളക്ക് നിന്ന് തന്നെ തുടങ്ങാം. വിചാരിച്ചതിലും എളുപ്പത്തിൽ തന്നെ നിലവിളക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെ നിലവിളക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് മഞ്ഞ കളറാണ് ഞാൻ വിളക്കിന് കൊടുത്തത്. പേപ്പർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വിളക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളറും കൂടെ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അങ്ങനെ വിളക്കിൻ്റെ മുഴുവൻ പണികളും കഴിഞ്ഞിട്ടുണ്ട്. കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കണി വെക്കാനുള്ള ഉരുളി തയ്യാറാക്കാം. ഉരുളിയും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി. ഗോൾഡൻ കളർ ഇല്ലാതെ തന്നെ നല്ല സ്വർണ്ണം പോലെ തിളങ്ങുന്ന ഒരു ഉരുളിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ബോർഡിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഗോൾഡൻ കളർ പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഉരുളിയുടെ മുഴുവൻ ഭാഗത്തും ഈ ഒരു പേപ്പർ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിലും നല്ല ഭംഗിയിൽ തന്നെ ഉരുളി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉരുളിയുടെ വക്കുകളൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ 3 കാലുകളും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്യൂട്ട് ഉരുളി റെഡി ആയിട്ടുണ്ട്. ഉരുളിയുടെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അടുത്തതായിട്ടൊരു വാൽക്കണ്ണാടി ഉണ്ടാക്കാം. വാൽക്കണ്ണാടി വളരെ ചെറിയതാണ്. ഇതും ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ മനോഹരമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ണാടി വളരെ ചെറുതായതുകൊണ്ട് അതിൽ കൂടുതൽ ഡിസൈൻസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും പേപ്പറൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിസൈനുകളൊക്കെ കണ്ണാടിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു വാൽക്കണ്ണാടി റെഡി. തണ്ണിക്കിണ്ടിയാണ് അടുത്ത ഐറ്റം. പ്രത്യേകിച്ച് ഒരു ഐഡിയയോ റെഫറൻസോ ഒന്നും ഇല്ലാതാണ് തണ്ണിക്കിണ്ടി ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്നാലും ഏകദേശം തണ്ണിക്കിണ്ടി പോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും തണ്ണിക്കിണ്ടിയുടെ ഏകദേശ രൂപത്തിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാലെവിടെ വെക്കണം എന്നുള്ളതായിരുന്നു ഭയങ്കര ഡൗട്ട്. അങ്ങനെ വാല് വെച്ചു. ഇനി കളറിംഗ് ആണ് അടുത്ത പണി. ഗോൾഡൻ കളർ ഇല്ലാത്തതുകൊണ്ട് മഞ്ഞ കളറാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം തണ്ണിക്കിണ്ടി പോലൊന്ന് റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. വിളക്കും കിണ്ടിയും ഒക്കെ ആയ സ്ഥിതിക്ക് ഒരു താലം കൂടെ വേണ്ടേ? ഒരു കുഞ്ഞു താലമാണ് അടുത്തതായിട്ട് റെഡിയാക്കാൻ പോകുന്നത്. താലം വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഗോൾഡൻ കളർ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു കേക്ക് ബോർഡ് തപ്പിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ട് ഇത് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ട് അല്ലറ ചില്ലറ മിനുക്ക് പണികളൊക്കെ ഈ താലത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഒരു കുഞ്ഞ് മനോഹരമായിട്ടുള്ളൊരു താലം തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ കുട്ടിത്താലം? അടുത്തതൊരു കുട്ടി പറയാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
പറയും നല്ല എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് പറയും ഉണ്ടാക്കിയിട്ടുള്ളത്. പറയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ ചുറ്റിയെടുക്കുന്നത്. ഇങ്ങനെ പേപ്പർ ചുറ്റിയെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കി 2 പിടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ പറ റെഡിയായി. അങ്ങനെ പറയുടെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞൻ പറയും റെഡിയായി. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. 2 നെയ്യപ്പം ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ് ഇനി കാണാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങിയത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ എൻ്റെ നെയ്യപ്പത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ. മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞു. ഇനി കളർ ചെയ്തെടുക്കാം. 2 നെയ്യപ്പങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ 2നും ബ്രൗൺ കളറ് കൊടുത്ത് എടുക്കുന്നുണ്ട്. കളറിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നെയ്യപ്പത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നെയ്യപ്പം. അടുത്തതായിട്ട് തിരുവുടയാടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പേപ്പർ കൊണ്ട് വിശറി ഉണ്ടാക്കുന്നത് പോലെ മടക്കിയെടുത്തിട്ടാണ് തിരുവുടയാട ഉണ്ടാക്കുന്നത്. ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള കളറിൽ ഇത് ഉണ്ടാക്കാം. അങ്ങനെ വളരെ ചെറിയതായിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ഉരുളിയെ വെക്കാൻ പാകത്തിന് വളരെ ചെറിയ തിരുവുടയാടയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ടൊരു കോടിമുണ്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മുണ്ടിൻ്റെ പോലെ തന്നെ ഒരു വെള്ള പേപ്പറിൽ കരകളൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കരയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് മടക്കിയെടുത്താൽ കോടിമുണ്ട് റെഡിയായി. ഇനി കണി വെക്കാൻ ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെയാണ് റെഡിയാക്കുന്നത്. പഴം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ക്ലേ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ.
അങ്ങനെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കളർ ചെയ്തെടുക്കാം. അങ്ങനെ ചക്കയുടെ കളറിങ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ചക്ക അത്ര പെർഫെക്റ്റ് ഒന്നല്ലെങ്കിലും ഏകദേശം ചക്ക പോലെയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അടുത്തത് തേങ്ങ മുറിക്കാണ് കളർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ തേങ്ങയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ കളർ ചെയ്തെടുക്കാം. അങ്ങനെ മാങ്ങയും റെഡി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാക്കാൻ മറന്നുപോയി. കണിവെള്ളരി ഉണ്ടാക്കി വന്നപ്പോൾ ഒരു മഞ്ഞ പന്ത് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഏകദേശം കണിവെള്ളരിയും റെഡിയാക്കിയിട്ടുണ്ട്. കൊന്നപ്പൂ ഇല്ലാതെ എന്ത് വിഷു. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ കൊന്നപ്പൂ ഉണ്ടാക്കിയെടുക്കാം. ഇനി വെറ്റിലയും അടക്കയും റെഡിയാക്കാം. പേപ്പർ ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് പച്ച കളറ് കൊടുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ വെറ്റില റെഡി ആയിട്ടുണ്ട്. പേപ്പർ ചുരുട്ടിയെടുത്ത് കളറും കൊടുത്ത് അത് അടക്കയും റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ചെറിയതാണ് ഈ അടക്കയും വെറ്റിലയും, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു കൃഷ്ണനെയാണ്. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ കൃഷ്ണനെ ഞാൻ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കണിയൊരുക്കാനുള്ള ഇത്രയും കാര്യങ്ങൾ പേപ്പർ വെച്ച് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒരു കൃഷ്ണനും കൂടി പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചതിലും എളുപ്പത്തിൽ തന്നെ എനിക്ക് കൃഷ്ണനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും ഭംഗിയിൽ തന്നെ എനിക്ക് കൃഷ്ണനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 2 ദിവസങ്ങളിലായിട്ട് കുറച്ചായിട്ടാണ് കൃഷ്ണനെ ഉണ്ടാക്കിയെടുത്തത്. ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ട് തന്നെ മാലയും തളയും വളയും ഒക്കെ റെഡിയാക്കി. ഒരു കുഞ്ഞു ഓടക്കുഴലും മയിൽപ്പീലിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ അവസാനം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കണിയൊരുക്കാം. ആദ്യം കണ്ണനെ വെച്ചു, പിന്നെ ഉരുളി വെച്ചു. ഉരുളിയിൽ ഞാൻ കുറച്ച് മഞ്ചാടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചക്ക വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് മാങ്ങയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെക്കുന്നത് കോടിമുണ്ടാണ്. അടുത്തതായിട്ട് പഴം വെച്ച് കൊടുക്കാം. ഇനി കണിവെള്ളരി വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് 2 അപ്പങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങമുറി വെച്ച് കൊടുക്കാം. ഇനി വാൽക്കണ്ണാടി വെച്ച് കൊടുക്കാം. ഇനി തിരുവടയാട വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കൊന്നപ്പൂ വെച്ച് കൊടുക്കാം. ഇനി ഒരു ഭാഗത്തായിട്ട് കുഞ്ഞ് താലം വെച്ച് കൊടുക്കുന്നുണ്ട്. താലത്തിനകത്തായിട്ട് കുഞ്ഞ് വിളക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തണ്ണിക്കിണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വെറ്റിലയും അടക്കയും വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് പറ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ടൊരു സ്വർണ്ണമാല വെച്ച് കൊടുക്കാം. ഇനി പറയിൽ കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കോയിനും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കുഞ്ഞ് വിഷുക്കണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പേപ്പർ വിളക്കിൽ ഞാനൊന്ന് തിരിയിട്ട് കത്തിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.